SDPI പിന്തുണയിൽ രാഷ്ട്രീയ വാഗ്വാദം തുടരുന്നു. SDPI വോട്ട് വേണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം പാർട്ടി തീരുമാനം തന്നെയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. 24-ന്റെ ആൻസർ പ്ലീസിലാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. ഈ SDPIയുടെ വോട്ട് LDF-ന് പോകുമെന്നുള്ള ഒരു പ്രധാന ചർച്ച ഉടലെടുത്തിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൽ ഏകരൂപമായ നിലപാടുണ്ടോ? അതായത് PD പറഞ്ഞു SDPIയുടെ വോട്ട് വേണ്ട എന്ന്. അത് കോൺഗ്രസിന്റെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞത് വെറുതെ പറയില്ലല്ലോ. SDPIയുടെ വോട്ട് വേണ്ടെന്ന് തന്നെയാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അവരുമായിട്ട് ഐക്യത്തിലൊന്നുമില്ല, ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നേമത്ത് LDF-ന് വേണ്ടി പിന്തുണ തേടിയതാരെന്ന് SDPI വ്യക്തമാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു 24-നോട് പ്രതികരിച്ചു. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കലും അങ്ങോട്ട് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. അല്ലെങ്കിൽ ആര് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. SDPIയുടെ വോട്ടെന്നോ വേറൊരു പാർട്ടിയുടെ വോട്ടെന്നോ അല്ല, മത തീവ്രവാദികളുമായി ബന്ധപ്പെട്ട ഒരു ധാരണയും അവരുടെ വോട്ടുമായി ബന്ധപ്പെട്ടോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ മത തീവ്രവാദ സംഘടനകളുമായി LDF-ന് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. വോട്ടിൻ്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും അതുണ്ടാവത്തില്ല. വേങ്ങരയിൽ SDPI ഉൾപ്പെടെ ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് പറയില്ലെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സബാഹ് കുണ്ടുപുഴയ്ക്കൽ. ഒന്നും പറയാനില്ലാത്തവരാണ് തന്നെ SDPI സ്ഥാനാർത്ഥിയാക്കുന്നതെന്നും സബാഹ് കുണ്ടുപുഴയ്ക്കൽ 24-നോട് പറഞ്ഞു. ആരെ വോട്ടും സ്വീകരിക്കൂലേ? ഞാനിപ്പോൾ ഇന്ന വോട്ട് പാടില്ല, ഇന്ന വോട്ട് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് അതിൻ്റെ പേര് നിങ്ങൾ കണ്ടില്ലേ? LDF സ്വതന്ത്ര സ്ഥാനം. അതായത് LDF-ന്റെ പുറത്തുള്ള എല്ലാ വോട്ടും ലീഗുകാരും കൂടി വോട്ട് ചെയ്താലല്ലേ ഇവിടെ വിജയിക്കുള്ളൂ. അത് LDF-ന്റെ സ്വതന്ത്രനാണ്. നമ്മളങ്ങനെ എത്രയോ കക്ഷികൾ കേരളത്തിലില്ലേ? അതൊന്നും നമ്മൾ LDF അതൊക്കെ തീരുമാനിക്കേണ്ടത് LDF-ആണ്. LDF അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. LDF മുന്നണിയിലുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. SDPI വോട്ടിൽ പ്രതികരണവുമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. കാരായി രാജനെ കള്ളക്കേസിൽ കുടുക്കിയ SDPI തലശ്ശേരിയിൽ മത്സരിക്കുന്നു. അപ്പോൾ SDPIയുമായി ഡീലെന്ന് എങ്ങനെ പറയുമെന്ന് P ജയരാജൻ ചോദിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ പ്രമേഷ്, ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP CPIM ഡീലായിരുന്നു, പിന്നീടത് SDPI CPIM ഡീൽ എന്നതിലേക്ക് മാറി. ഇപ്പോൾ നേതാക്കൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം പിടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടേറിയ വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയോ CPIM സംസ്ഥാന സെക്രട്ടറിയോ ഈ വിഷയത്തിൽ SDPI CPIM ഡീൽ എന്ന ആരോപണം പരസ്യമായി തള്ളിക്കളയുന്നുമില്ല. അതേസമയം നിരവധി നേതാക്കൾ പ്രതികരിക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിഖിൽ? ദിലീപ് കുമാർ, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു വിഷയമാണ് SDPI LDF ബന്ധം. അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു ഉറപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ ചർച്ചയായി മാറുകയാണ്. അതിനിടയിലാണ് SDPIയുടെ വോട്ട് വേണ്ട എന്നുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ നിലപാടിന് UDF-നുള്ളിൽ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ സണ്ണി ജോസഫിന്റെ പ്രതികരണം 24 ആൻസർ പ്ലീസിൽ വരുന്നത്. സതീശൻ പറഞ്ഞത് തന്നെയാണ് UDF-ന്റെ നിലപാട് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതേസമയം LDF-ൽ CPIക്ക് ഈ SDPI പിന്തുണയിൽ വലിയ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ പ്രകാശ് ബാബുവിന്റെ CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് നേമത്ത് LDF പിന്തുണ തേടിയത് ആരാണ്, അതായത് LDF-ന് SDPIയുടെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ് എന്ന് SDPI നേതൃത്വം വ്യക്തമാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 24 ആണ് ഈ നേമത്ത് SDPIയുടെ LDF പിന്തുണ തേടിയിട്ടുണ്ട്, CPIM പിന്തുണ തേടിയിട്ടുണ്ട്, സ്ഥാനാർത്ഥിയും പിന്തുണ തേടിയിട്ടുണ്ട് എന്നുള്ള SDPIയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഇത് ആരാണ് ഈ പിന്തുണ തേടിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്നുള്ളതാണ് പ്രകാശ് ബാബു ഇപ്പോൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ വേങ്ങരയിലെ LDF സ്ഥാനാർത്ഥി, നമുക്കറിയാം നേരത്തെ LDF SDPIയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഇത്തവണ അവിടുത്തെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം ഇപ്പോൾ തനിക്ക് SDPI അടക്കം ആര് പിന്തുണ തന്നാൽ, ആര് വോട്ട് തന്നാലും അത് സ്വീകരിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. അത് ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ്. തനിക്കെതിരെ ഒന്നും പറയാനില്ലാത്തവരാണ് താൻ SDPIയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നത് എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ മൂന്നാം ഘട്ടത്തിലും സജീവ ചർച്ചയാണ് SDPI LDF ബന്ധം. അതോടൊപ്പം തന്നെ 80-ൽ പരം സീറ്റുകളിൽ SDPI നേരിട്ട് മത്സരിക്കാത്ത 80-ൽ പരം സീറ്റുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഇന്ന് രാവിലെ സംസ്ഥാന അധ്യക്ഷനെ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. ദിലീപ് കുമാർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.